ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കണ്ണൻസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഒരു വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ നേരത്തെ നീറ്റു നോക്കിയപ്പോൾ നല്ല മഴ കേട്ടോ, കനത്ത മഴയായിരുന്നു. അപ്പോൾ ഞാൻ മുറ്റത്തേക്ക് അങ്ങോട്ടൊന്നും കഴുകേണ്ട ആവശ്യമില്ല, ഈ ഗ്യാപ്പ് മാത്രം കഴുകിയാൽ മതി എന്ന് വിചാരിച്ചിട്ട് ഓസ് ഇട്ടിട്ട് ഇതേ വെള്ളം നനയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല മഴയാണ്, ചാറ്റലൊക്കെ ഇങ്ങോട്ട് അടിക്കണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ഞാൻ എന്താ പറയുക, ഇവിടെ ഈ കോലിടുന്ന ഭാഗമൊന്നും എന്തായാലും വെള്ളം വീഴില്ല, അപ്പോൾ ചാറ്റിലൊക്കെ ലേശം അടിക്കണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനിത് എങ്ങനെ കോലം ഇട്ടു. അപ്പം ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ്. ഒരുപാട് കുരുന്നുകൾ നമ്മുടെ എന്താ പറയുക ശ്രീകൃഷ്ണൻ്റെ വേഷം കെട്ടുന്നുണ്ടാവില്ലേ, അവർക്കൊക്കെ ഹാപ്പി ശ്രീകൃഷ്ണ ജയന്തി കേട്ടോ. അപ്പോൾ നമ്മളിതേ വിളക്ക് കൊളുത്താൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ബ്രഹ്മമുഹൂർത്തത്തെ ദിവസം വിളക്ക് കൊളുത്തുന്നത് ഇന്ന് 11 ദിവസമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ സന്തോഷം. അപ്പോൾ ശ്രീകൃഷ്ണ ജയന്തി ആയിട്ട് എന്തൊക്കെയാണ് പരിപാടി നിങ്ങളുടെ അവിടെയൊക്കെ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഞങ്ങളുടെ തൊട്ടമ്പലത്തിൽ വിശേഷം ഉണ്ടാകും, വൈകുന്നേരം ഘോഷയാത്ര ഉണ്ടാവും. കുട്ടികളൊക്കെ എന്താ പറയുക ശ്രീകൃഷ്ണനായിട്ടും രാധയായിട്ടും അതേപോലെ തന്നെ കുചേലനായിട്ടൊക്കെ വേഷമിട്ടിട്ട് അണിഞ്ഞിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാൻ കണ്ണനും നന്ദുവിനെയൊക്കെ കഴിഞ്ഞ വട്ടം ചെയ്താണ്. നന്ദുവിന് എല്ലാ പ്രാവശ്യവും കൃഷ്ണൻ്റെ വേഷം കെട്ടിക്കലുണ്ട്. കണ്ണനെ ആദ്യമായിട്ട് കെട്ടിയത് ഞാൻ രാധയാണ് കേട്ടോ കെട്ടിയത്, കഴിഞ്ഞ വട്ടം കെട്ടിയത്. അപ്പോൾ ഇക്കൊല്ലം കെട്ടാമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ ഏട്ടനില്ല. ഘോഷയാത്ര പോകുമ്പോൾ ഏട്ടൻ ഉണ്ടാകുമ്പോൾ കണ്ണൻ ഇരിക്കും കേട്ടോ വണ്ടിയിൽ. ഓട്ടോറിക്ഷയോ അല്ലെങ്കിൽ ഗുഡ്സൊക്കെ ആയിരിക്കും കേട്ടോ വണ്ടി ഉണ്ടാവുക. അപ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ ഒപ്പം നിൽക്കില്ല, പിന്നെ അമ്മയ്ക്ക് ഒരുപാട് നടക്കാനും പറ്റില്ല. അതുകൊണ്ട് പിന്നെ രണ്ടാൾക്കും അച്ഛൻ വേണം. അതുകൊണ്ട് പിന്നെ ഇപ്രാവശ്യം വേഷം ഇടിയിപ്പിച്ചില്ല കേട്ടോ. അപ്പോൾ അതിൽ വല്ലാത്തൊരു സങ്കടമുണ്ട്. എല്ലാം ചെയ്യാൻ പറ്റിയിട്ടും ഇവരെ വേഷം ഇടിയിപ്പിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് വല്ലാത്ത സങ്കടമുണ്ട്. അങ്ങനെ രാവിലെ ഞാൻ നീറ്റ് ഭഗവാന് വിളക്കൊക്കെ വെച്ചതിന് ശേഷം കുറച്ച് നേരം കന്തശിഷ്ടിയൊക്കെ കേട്ടിരുന്നു. അതിന് ശേഷം പിന്നെ ഞാൻ തുളസിമാല ഭഗവാന് കെട്ടാൻ വേണ്ടി ഇന്നലെ എന്നെ തുളസി വലിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ആയിട്ട് തുളസി വലിക്കാൻ പാടില്ല അത്രേ. അപ്പോൾ ഞാൻ ഇന്നലെ എന്നെ വൈകുന്നേരം വലിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തുളസിമാല കിട്ടുകയാണ് കേട്ടോ. രാവിലെ ഇപ്പോൾ ഒരു 5 മണിയായി. 5 മണിയായപ്പോൾ എൻ്റെ പണിയെല്ലാം കഴിഞ്ഞു, വിളക്ക് കൊളുത്തലെല്ലാം കഴിഞ്ഞു. ഇന്ന് സ്കൂളൊന്നും ഇല്ലല്ലോ, അപ്പോൾ പിന്നെ പതുക്കെ പരിപാടികളൊക്കെ ചെയ്താൽ മതി കിച്ചണിൽ. അപ്പോൾ ഞാൻ തുളസിമാല ഇതൊക്കെ കെട്ടുകയാണ് കേട്ടോ. ഇടയിൽ തെച്ചിപ്പൂ വെച്ചിട്ട് ഇങ്ങനെ കെട്ടുകയാണ്. അപ്പോൾ ഭഗവാന് വൈകുന്നേരം പൂജയ്ക്കാണ് കേട്ടോ അപ്പോൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ വൈകുന്നേരം മാല ഇടാമെന്ന് വിചാരിച്ചു ഭഗവാൻ. അപ്പോൾ അങ്ങനെ കെട്ടി ഒരു വലിയ മാലയായിട്ടോ. പിന്നെ ഇത് കട്ട് ചെയ്തിട്ട് വേണമെങ്കിലും നമുക്ക് ഇടാം. അപ്പോൾ ഇങ്ങനെ തുളസിമാല നല്ല അടുപ്പിച്ച് കെട്ടിയിട്ട് കണ്ണനിതേ അടിപൊളി മാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തുളസിമാല വൈകുന്നേരത്തേക്ക് പൂജയ്ക്ക് എടുത്ത് വെക്കുകയാണ് കേട്ടോ. വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ ഭഗവാനെ നേദിച്ചിട്ട് അങ്ങനെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ കഴിഞ്ഞ വർഷം ചെയ്ത വീഡിയോ ആണ് ഇട്ടത്. അപ്പോൾ ഞാൻ ഇടണമെന്നൊക്കെ വിചാരിച്ചിട്ട് എടുത്തതാണ്, പക്ഷേ എനിക്ക് അന്ന് എന്തോ ഇടാനൊന്നും തോന്നിയില്ല. അപ്പോൾ ഞാൻ പിന്നെ ഇട്ടില്ല കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വട്ടം ഞാൻ കുറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കണ്ണൻകുട്ടീനെ രാധയാക്കിയിട്ടും നന്ദുവിനെ കൃഷ്ണനായിട്ടുമാണ് കേട്ടോ വേഷം ഇടിപ്പിക്കുന്നത്. അപ്പോൾ ആ വീഡിയോ ഞാൻ ഇപ്രാവശ്യം ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഭഗവാനെ വിചാരിച്ചിട്ട് ഇതേ ഞാൻ മൈലാഞ്ചിയാണ് ഇടുന്നത്. ഇത് റെഡ് കളർ മൈലാഞ്ചിയാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ നല്ല 2-3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇളകിപ്പോരുന്നതാണ്. അപ്പോൾ അതാണ് ഞാൻ ആദ്യം ഇടുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഭഗവാനെ വിചാരിച്ച് പാദമൊക്കെ തൊട്ടിട്ടാണ് എന്താ പറയുക നമ്മുടെ ശരിക്കും ശ്രീകൃഷ്ണനായിട്ട് അങ്ങോട്ട് വരണ്ടേ. അപ്പോൾ നമ്മൾ ഭഗവാനെ വിചാരിച്ച് കാലൊക്കെ തൊട്ട് വണങ്ങി അതിന് ശേഷമാണ് കേട്ടോ ഞാനിങ്ങനെ മെഹന്തിയൊക്കെ ഇടുന്നത്. അപ്പോൾ പിന്നെ കാലിലിട്ടു, അതിന് ശേഷം ഞാൻ കയ്യിലിങ്ങനെ ഇടുകയാണ്. അപ്പോൾ ഇതൊന്നും എനിക്ക് അറിയുന്ന രീതിക്കാണ് കേട്ടോ ഞാൻ ഇടുന്നത്. ഇതൊന്നും ആരും പഠിപ്പിച്ചതൊന്നല്ല, നമുക്കൊരു ഐഡിയയിൽ എങ്ങനെ ചെയ്യാച്ചാൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാ വർഷവും നന്ദു ഇടാറുണ്ട്. ഇപ്രാവശ്യം കണ്ണൻ ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യണം. അപ്പോൾ എനിക്കറിയാവുന്ന മേക്കപ്സൊക്കെ ഞാനിത് നന്ദുവിൻ്റെ മുഖത്ത് തേക്കുന്നുണ്ട്. ഫൗണ്ടേഷനാണോ ഇടുന്നത് പൗഡർ എന്നാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു വിധത്തിലൊക്കെ ഞാൻ മേക്കപ്പ് ചെയ്യും. എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ അണിയിച്ചൊരുക്കാൻ. പെൺകുട്ടികളാണെങ്കിൽ നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ അണിയിച്ചൊരുക്കാൻ. പക്ഷേ എനിക്ക് രണ്ടും എൻ്റെ ശ്രീകൃഷ്ണന്മാരായിട്ടോ, കണ്ണൻകുട്ടികളായി രണ്ടാളും. അപ്പോൾ പിരി എഴുതുമ്പോൾ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ചെറുതാകുമ്പോൾ ചെയ്തതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ നന്ദുവിനെ അങ്ങനെ ഒരു വിധമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഗോപിക്കുറി ഇടുകയാണ് കേട്ടോ. നന്ദുവിന് പൊതുവേ ശ്രീകൃഷ്ണൻ്റെ വേഷമിട്ടാൽ നല്ല ഭംഗിയാണ് കേട്ടോ. നിങ്ങളും കൂടി പറയണം കേട്ടോ ശ്രീകൃഷ്ണൻ്റെ വേഷം കെട്ടിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ കണ്ണനെ അവിടെ ഇങ്ങനെ കിടന്ന് മറിയുകയാണ്. എന്താ വെച്ചാൽ കണ്ണനെ ആദ്യം റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ എല്ലാ വേഷം കെട്ടിയതൊക്കെ പോകും കേട്ടോ. അപ്പോൾ പിന്നെ ഞാനിതാ നന്ദുവിന് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നന്ദുവിന് ഇതൊക്കെ കണ്ടിട്ട് എന്താ അമ്മ അങ്ങനെ ലിപ്സ്റ്റിക്കൊക്കെ എന്നൊക്കെ പറയണം കേട്ടോ. അവൻ്റെ ഫ്രണ്ട്സൊക്കെ കളിയാക്കുന്നൊക്കെ പറഞ്ഞിട്ട് ആൾ കുറച്ച് നേരം ഇങ്ങനെ ഡല്ലായിട്ടുണ്ടായിരുന്നു.
ഞാൻ പറഞ്ഞു കണ്ണൻ്റെ വേഷം കിട്ടിയില്ലേ നന്ദുട്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നു. പിന്നെ കമ്മലിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചാണ്, പക്ഷേ എന്താ പറയുക, കാതിലെ ഓട്ടയൊക്കെ അടഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഏകദേശം ഒപ്പിച്ചങ്ങോട്ട് ഇട്ടു കേട്ടോ. പിന്നെ കുറേ മാലകളും വൈറ്റ് കളർ മാല, ഇത് ഞാൻ 2-3 വർഷം മുമ്പ് മേടിച്ചാണ്. പക്ഷേ ഞാൻ എടുത്തു വെക്കും കേട്ടോ എല്ലാ സാധനങ്ങളും. ഈ വൈകുന്നേരം ഘോഷയാത്രയൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മളെല്ലാം അഴിച്ച് മാറ്റിയിട്ട് ഇതെല്ലാം കൂടി ഒരു കവറിലിട്ടിട്ട് എടുത്തു വയ്ക്കും. അപ്പോൾ പിന്നെ അടുത്ത പ്രാവശ്യം തപ്പേണ്ട ആവശ്യമില്ല, അവിടെ ഇവിടെയും പോയി തപ്പേണ്ട ആവശ്യമില്ല, എല്ലാം ഒരു കവറിലുണ്ടാവും കേട്ടോ. പിന്നെ ഇത് ഞാൻ ഷോൾ കൊണ്ട് ഞാനിങ്ങനെ മടഞ്ഞിട്ട് തലയിൽ ഇങ്ങനെ കിരീടം പോലെ ഇങ്ങനെ വെച്ച് കൊടുത്തതാണ്. അപ്പോൾ അത് കെട്ടുമ്പോൾ ഒരു ഇറിറ്റേഷനൊക്കെ ഉണ്ടാവും, എന്താ വെച്ചാൽ ടൈറ്റിൽ ഇങ്ങനെ കിടക്കുന്നതും കൊണ്ട്. അപ്പോൾ നന്ദുവിന് അതൊക്കെ ഒരു ഇതാണ് കേട്ടോ. അവന് ഈ തലയിലൊക്കെ ഇങ്ങനെ കുറേ നേരമൊക്കെ വെക്കുമ്പോൾ ഭയങ്കര ഒരു ഇതാണെന്നൊക്കെ പറഞ്ഞ് എന്നോട് ഇങ്ങനെ ഓരോന്നും പറയുമായിരുന്നു. പിന്നെ ഈ സാരി ഇങ്ങനെ ഉടുപ്പിക്കുന്നത് ഞാൻ എന്താ പറയുക, ചെറുതാകുമ്പോൾ ഞങ്ങൾക്ക് ഉടുപ്പിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഓർമ്മയിലൊക്കെ ഉള്ളതും കൊണ്ടൊക്കെ ഞാനിങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തതായി എൻ്റെ കണ്ണന് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ണനോട് ഞാൻ ചിരിക്കാൻ പറയുകയാണ്, അവൻ ഇതൊക്കെ ഇരുന്ന് ബോറടിച്ചപ്പോൾ അവൻ്റെ മുഖമൊക്കെ ഒന്ന് ഡള്ളായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ശ്രീകൃഷ്ണനെ എല്ലാവരും കണ്ടോളൂ, എൻ്റെ നന്ദുട്ടൻ ഇതാ കണ്ണനായിട്ടുണ്ട്. അപ്പോൾ അതേ ഭംഗിയുള്ള എൻ്റെ ശ്രീകൃഷ്ണൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഈ വേഷം ഞാൻ എങ്ങനെ ഇടിപ്പിച്ചതെന്നുള്ളതൊക്കെ ഭംഗിയുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ. ഇനി നമുക്ക് അടുത്തത് രാധേനെയാണ് അണിയിക്കേണ്ടത്. രാധക്കുട്ടി ഓടി നടക്കുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാധയുടെ വേഷമിട്ട് അമ്പലത്തേക്ക് പോയപ്പോൾ ഇത് ചേച്ചിക്ക് ഇത് പെൺകുട്ടിയാണോ എന്നൊക്കെ അറിയാത്തവരൊക്കെ ചോദിച്ചു കേട്ടോ. അപ്പോൾ അത്രമാത്രം അവന് പെൺകുട്ടീനെ പോലെയൊക്കെ തോന്നിയിട്ടോ. എനിക്ക് പെൺകുട്ടികളുടെ ഡ്രസ്സ് ഇടിയിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ വട്ടം ഞാൻ ഓണത്തിന് തയ്ച്ച ഡ്രസ്സായിരുന്നു കേട്ടോ. അതാണ് ഞാൻ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഇട്ട് കൊടുത്തത്. ഞാനിത് ഒരു ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട്, പെൺകുട്ടീനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണോ. അപ്പോൾ ഞാനിങ്ങനെ ഡ്രസ്സൊക്കെ ഇവന് തയ്പ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ ചേച്ചി പറഞ്ഞു തയ്ക്കാൻ പോയി, ചേച്ചി എന്തിനെങ്ങനെ ഡ്രസ്സ് ഇത് ആർക്കാ ചോദിച്ചപ്പോൾ ഞാൻ കണ്ണൻകുട്ടിക്കാണ് പറഞ്ഞപ്പോൾ ആ ചേച്ചി കുറേ ചിരിച്ചു കേട്ടോ. എന്താ വെച്ചാൽ എൻ്റെ ഒരു ആഗ്രഹത്തിന് വേണ്ടി ഞാൻ അവനൊരു പട്ടുപ്പാവാട പോലെ ഇങ്ങനെ തയ്ച്ചാണ്. അപ്പോൾ ഈ ചെറിയ കുട്ടികൾക്ക് ഇങ്ങനെ വയറൊക്കെ കാണില്ലേ, അതുപോലെ വേണം ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ്റെ അളവൊക്കെ എടുത്തിട്ട് തയ്ച്ചതാണ് കേട്ടോ. അപ്പോൾ ശരിക്കും രാധക്കുട്ടീനെ പോലെ ആയിട്ടില്ലേ. ആകെ എൻ്റെ കണ്ണന് കുറച്ച് മുടിയേ ഉള്ളൂ, അതിനൊക്കെ ഞാനിങ്ങനെ റബ്ബർ ബാൻഡൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഏതൊക്കെയോ 2 റബ്ബർ ബാൻഡൊക്കെ തലയിലിട്ടിട്ട് അണിച്ചൊരുക്കി റെഡിയാക്കി പിന്നെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയിട്ടോ. പിന്നെ അമ്പലത്തിൽ പോയി അവിടെ എല്ലാം പ്രാർത്ഥിച്ച് പിന്നെ ഘോഷയാത്രയ്ക്ക് എല്ലാവരും നടന്നു പോവുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ കണ്ണനെ കാണാൻ എങ്ങനെയുണ്ട്, രാധേനെ കാണാൻ എങ്ങനെയുണ്ടെന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം എല്ലാവരും. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ശ്രീകൃഷ്ണ ജയന്തി കേട്ടോ. അപ്പോൾ നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, കുട്ടികളൊക്കെ ആകപ്പാടെ നനഞ്ഞ് ചളിപിളിയെന്നായിട്ട് എങ്ങനെ ഇരിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇരിക്കുകയായിരുന്നു. പക്ഷേ ഘോഷയാത്ര സമയത്ത് മഴ കുറച്ച് കമ്മിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ണനും രാധകളും ആയിട്ട് ഇഷ്ടംപോലെ കുട്ടികളുണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ എൻ്റെ കണ്ണൻകുട്ടി രാധക്കുട്ടിയൊക്കെ ഇത് അവിടെ നിൽക്കുന്നുണ്ട്. അതേപോലെ ഒരുപാട് കണ്ണനും രാധകളും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഘോഷയാത്രയ്ക്ക് എല്ലാവരും പോകാൻ റെഡി ആയിട്ടോ. അപ്പോൾ കണ്ണനും രാധനും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കില്ലേ. അപ്പോൾ നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.